നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുലിഭീതിയിൽ കൊളത്തൂർ ഗ്രാമം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ 2 പുലികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ പ്രദേശത്തെ അതിർത്തിയിൽ തുറന്നുവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. കവായി കായലിലെ തൃക്കരിപ്പൂർ മേട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചരിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ 30ഓളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവായി കായലിൽ ചരിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെയും സഹകരണ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ദൗത്യത്തിന്റെയും ഭാഗമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വേലാശ്വരം വയലിൽ ഒരുക്കിയ വൻപയർ കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ഉത്പാദിപ്പിച്ച കുന്നുമ്മൽ പ്രൈഡ് വിപണിയിൽ ഇറക്കി. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃക്കടിയേറ്റം നടന്നു. സംഗീതം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല. എന്നാൽ പാട്ടിനെ ജീവനായി കരുതുന്ന കർഷകയാണ് ബേഡെടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി മുള്ളങ്കോട് സ്വദേശി തുളിച്ചേരി ശാന്തകുമാരി. വയസ്സ് 63 ആയെങ്കിലും ഇവരുടെ കണ്ഠത്തിൽ നിന്ന് വരുന്ന പാട്ടിന് പ്രായം ഇപ്പോഴും 18 ആണ്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ കാഞ്ഞങ്ങാട്ടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കരിപ്പോഴി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങ് നടന്നു. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രി സമർപ്പണ ചടങ്ങ് നടത്തി. വാർത്തകൾ വിശദമായി. പുലിഭീതിയിൽ കൊളത്തൂർ ഗ്രാമം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ 2 പുലികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ പ്രദേശത്തെ അതിർത്തിയിൽ തുറന്നുവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. പുലിഭീതി ഒഴിയാതെ കൊളത്തൂർ ഗ്രാമം. ഇവിടെ സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പകൽ നേരങ്ങളിലാകട്ടെ ജീവൻ പണയം വെച്ചാണ് വീടിന് പുറത്തിറങ്ങുന്നത്. നെടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു മാസത്തിനിടെ മാത്രം കുടുങ്ങിയത് 2 പുലികളാണ്. ഫെബ്രുവരി 25-ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ 5 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കുടുങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്തു നിന്ന് 5 വയസ്സ് പ്രായമുള്ള ആൺപുലിയും കൂട്ടിൽ കുടുങ്ങി. ഫെബ്രുവരി 5-ന് റബ്ബർ തോട്ടത്തിലെ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെട്ടിരുന്നു. ഇതേ പുലിയാണ് കഴിഞ്ഞ ദിവസം കൂട്ടിൽ കുടുങ്ങിയതെന്ന് വനം വകുപ്പ് പറയുന്നു. അതേസമയം വ്യത്യസ്തയിടങ്ങളിൽ 4ഓളം പുലികളെ വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നു. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ സംസ്ഥാന അതിർത്തിയിൽ തുറന്നുവിടുന്നതായാണ് ആരോപണം. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യം. അതായത് കാരണം ഇതുതന്നെയാണ്. നമ്മുടെ കൊളത്തൂർ വില്ലേജിൽ മാത്രമല്ല, കുണ്ടംകുഴി പ്രദേശത്ത് ഉൾപ്പെടെ പുലികളെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആടുമാടുകളെല്ലാം അത് ഒരു അടുത്ത വാർത്തകൾ വന്നാൽ ഒരു മുള്ളംപന്നി പാതി തിന്നുന്ന നിലയിൽ ഒരു ജഡം കണ്ടിരുന്നു, മുള്ളംപന്നിയുടെ ജഡം. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊളത്തൂരിൽ മാത്രമല്ല പുലിയുള്ളത്, തൊട്ടടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ റിസർവ് വനം അടുത്തായതുകൊണ്ട് അവിടെ ഒരുപാട് പുലികൾ വരുന്നുണ്ട്, നിലവിൽ കാണപ്പെടുന്നുണ്ട്. അവിടെ വാർത്ത മിനിഞ്ഞാന്നോട് കൂടിയിട്ട് വീണ്ടും വാർത്തകൾ 2-3 പട്ടികളെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരിക്കലും താൽക്കാലികമായിട്ട് ഈ ഭീതി അകലാൻ യാതൊരു സാധ്യതയും ഇല്ല. അഥവാ അങ്ങനെ ആ നിലയിലേക്ക് ബോധ്യപ്പെടുമെങ്കിൽ ഇനിയും ചുരുങ്ങിയത് ഒരു 10 ദിവസം കൂടെ കഴിയണം. ഈ പ്രാദേശികമായിട്ട് വാർത്തകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഇവിടെ കുഴപ്പമില്ല, നമ്മളെ ഈ പ്രദേശത്ത് നിന്ന് പുലി അകന്നു എന്ന് വിശ്വസിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഏറ്റവും അവസാനമായി നമ്മൾ ഇവിടുന്ന് നെടുവോട്ടുന്നില്ലേ പുലി പോയത്. അപ്പോൾ ആ നിലയിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കാത്തുനിന്നേ നമുക്ക് മതിയാവും. അപ്പോൾ നിലവിൽ എല്ലാവരും ജാഗ്രതയിലാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ട് ആ വലിയ പ്രയാസമില്ല. എന്നാലും പൊതുവേ കുട്ടികളെല്ലാം ഒറ്റയ്ക്ക് വിടുന്നതിലോ 6 മണിക്ക് മുമ്പേ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതികളെല്ലാം രക്ഷിതാക്കൾ നല്ല അലർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുലിയുടെ സാന്നിധ്യം ഉണ്ടായെടുത്ത് പുലിക്കുഞ്ഞുങ്ങളെ വീണ്ടും കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. ഇതും ആശങ്ക ഉയർത്തുന്നു. 1500ഓളം കുടുംബങ്ങളാണ് കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പുലിഭീതിയിൽ കഴിയുന്നത്. കൂടുതൽ കൂടുകൾ സ്ഥാപിച്ച് നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി.
കവ്വായി കായലിലെ തൃക്കരിപ്പൂർ മേട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചരിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ 30ഓളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്ന് പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവ്വായി കായലിൽ ചരിഞ്ഞത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വൻ ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോയത്. നിറയെ സഞ്ചാരികളുമായി മെട്ടമ്മൽ ഭാഗത്തു നിന്ന് തിരിച്ചുവരവെയാണ് ബോട്ട് ചരിഞ്ഞത്. കാസർഗോഡ് ഭാഗത്തുള്ള കന്നഡ ഭാഷ സംസാരിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതലായി ഉണ്ടായതെന്ന് ഇവരെ രക്ഷിച്ച നാട്ടുകാർ പറഞ്ഞു. യാത്രക്കാരെ നാട്ടുകാരായ യുവാക്കളാണ് സുരക്ഷിതരായി കൊച്ചുതോണികളിൽ കരയ്ക്കെത്തിച്ചത്. മത്സ്യബന്ധന വലകളിൽ കയറാതിരിക്കാൻ പെട്ടെന്ന് തിരിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളുള്ള ഭാഗം ചെരിഞ്ഞത്. ബോട്ട് അശ്രദ്ധയിൽ ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതിനടുത്ത് ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയിൽ തീപിടിച്ചും അപകടമുണ്ടായിരുന്നു. ബോട്ട് ഓടിക്കുന്നതിനായുള്ള അംഗീകൃത ലൈസൻസ് ഉള്ളവർ ഈ മേഖലയിൽ കുറവാണെന്നും പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെയും സഹകരണ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ദൗത്യത്തിന്റെയും ഭാഗമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വേലാശ്വരം വയലിൽ ഒരുക്കിയ വൻപയർ കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ഉത്പാദിപ്പിച്ച കുന്നുമ്മൽ പ്രൈഡ് വിപണിയിൽ ഇറക്കി. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെയും സഹകരണ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ദൗത്യത്തിന്റെയും ഭാഗമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വേലാശ്വരം വയലിലൊരുക്കിയ വൻപയർ കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച കുന്നുമ്മൽ പ്രൈഡ് വിപണിയിൽ ഇറക്കി. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അങ്ങനെ പരിപാടി എടുത്തത് സർക്കാർ വരുമ്പോൾ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോൾ നമ്മൾ ചെയ്തതല്ല. നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം, അത് നടക്കുന്ന കാര്യങ്ങൾ അതാണ് പറയാറുള്ളത്. സാധ്യമാവുന്നിടത്തോളം ആൾക്കാർ അതിലേക്ക് ഏർപ്പെടുക. അങ്ങനെ ഏർപ്പെടുന്നതിന് ഒരു നിയതമായ രീതികളെല്ലാം ഉണ്ടാവും. സാധ്യമാവുന്നിടത്തോളം നമ്മൾ കൃഷി ചെയ്തേ മതിയാകുള്ളൂ. എച്ച് ഗുരുദത്ത് പൈ ഏറ്റുവാങ്ങി. ഇ ചന്ദ്രശേഖരൻ MLA സമാശ്വാസ നിധി, അപകട ഇൻഷുറൻസ് എന്നിവ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര, V ചന്ദ്രൻ, P ലോഹിതാക്ഷൻ, കൌൺസിലർ M ശോഭന, P അപ്പുക്കുട്ടൻ, K രാജ്മോഹൻ, M പൊക്ലൻ, KV രാഘവൻ, M സേതു, മഹമ്മൂദ് മുറിയനാവി, KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് V ഗിനീഷ് സ്വാഗതവും സെക്രട്ടറി VV ലേഖ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃക്കടിയേറ്റം നടന്നു. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് തുടക്കമായി. പൂരമഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റം നടന്നു. ക്ഷേത്ര പ്രധാന സ്ഥാനികൻ അമ്പാടിക്കാരണവരുടെ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ ചടങ്ങ് നടന്നത്. വെടിക്കെട്ട് ഒഴിവാക്കിയും ലഹരിക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചുമാണ് ഇത്തവണത്തെ പൂരോത്സവം. ഏപ്രിൽ 3 രാവിലെ 6 മണിക്ക് പ്രഭാത പൂജയും വൈകുന്നേരം 5 മണി മുതൽ നാമപാരായണവും വൈകുന്നേരം 6:30 ദീപാരാധനയും 6:45 സന്ധ്യാമേളവും നടക്കും. ഏപ്രിൽ 6 മഹിളാ സമ്മേളനം നടക്കും. ഏപ്രിൽ 7 സ്കോളർഷിപ്പ് വിതരണം നടക്കും. തുടർന്ന് വലക്കാർക്കുള്ള ആദരവും സംഘടിപ്പിക്കും. ഏപ്രിൽ 10 രാവിലെ 6 മണിക്ക് പൂരം കുളിയും വൈകുന്നേരം 5 മണിക്ക് ആറാട്ടും നടക്കും. രാത്രി 10 മണിയോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ഏപ്രിൽ 12 രാവിലെ 10 മണിക്ക് കൊടിയിറക്കം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. സാഹിത്യകാരൻ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. ശ്രീ കുറുമ്പ ആത്മീയ വിജ്ഞാന കേന്ദ്രത്തിലെ കുട്ടികൾ പ്രാർത്ഥന ചൊല്ലി. സാഹിത്യകാരൻ വത്സൻ പിലിക്കോട് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പിന്നെ ശിവൻ കാമനെ ചാമ്പലാക്കി ദേവാദികൾ ഇന്ദ്രാദികൾ പോയിട്ട് പിന്നെ വിഷ്ണുവിനോട് അല്ല ശിവനോട് പറയാം. ആദ്യം ശിവനെയാണ് കാണുന്നത്, അതായത് ശിവനാണല്ലോ കൊന്നത്. അപ്പൊ ശിവൻ പറഞ്ഞു, എനിക്ക് ഇത് പറ്റൂല, കൊല്ലാനേ പറ്റൂ, രൂപപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, അത് നിങ്ങൾ വിഷ്ണുവിനെ പോയി ഉപാസിക്കണം. അങ്ങനെ ചൈത്രമാസ ആദിത്യനായ വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇവർ പറയുകയാണ്, ഇങ്ങനെയുണ്ട്, രക്ഷിക്കണം എന്ന്. അപ്പം അതിനു വേണ്ടി വിഷ്ണുവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമായി 18 കന്യകമാർ ഒരുമിച്ച് ആടിയും പാടിയും കളിച്ചു. കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സുഹാസ് വി അധ്യക്ഷത വഹിച്ചു. പ്രവീൺ തോയമ്മൽ, എം രാഘവൻ, രജനീഷ് എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകളാണ് സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംഗീതം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല. എന്നാൽ പാട്ടിനെ ജീവനായി കരുതുന്ന കർഷകയാണ് ബേഡെടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി മുള്ളങ്കോട് സ്വദേശി തുളിച്ചേരി ശാന്തകുമാരി. വയസ്സ് 63 ആയെങ്കിലും ഇവരുടെ കണ്ഠത്തിൽ നിന്ന് വരുന്ന പാട്ടിന് പ്രായം ഇപ്പോഴും 18 ആണ്. ചെറുപ്പത്തിലെ സംഗീതത്തെ ഇഷ്ടപ്പെട്ട ഇവർ 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജീവിതത്തിലെ സന്തോഷമായി പാട്ടുകളെ നെഞ്ചോട് ചേർക്കുന്നു. 23 വർഷമായി കുടുംബശ്രീ കൂട്ടായ്മയിൽ സജീവമാണ്. വിവിധ വേദികളിൽ അവസരങ്ങളെത്തുമ്പോൾ കൃത്യമായി ഇവർ പാടാറുമുണ്ട്. നാടകഗാനങ്ങളാണ് ഏറെ ഇഷ്ടമെങ്കിലും ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പാടും. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നോരാലില തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ. ഇമ്പമുള്ള ഗാനങ്ങൾ കേൾക്കാൻ എല്ലാ വേദിയിലും ആളുകളേറെയാണ്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചില്ലെങ്കിലും പാട്ടുകൾ പാടുമ്പോൾ പ്രായത്തെ വെല്ലുന്നു. ചന്ദനത്തിൻ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരവേ മന്ദം. പ്രിയയോ രാഗശിലയോ നീയൊരു ശോഭ സംഗീതമോ. ചെറുപ്പത്തിലെ സംഗീതത്തെ സ്നേഹിക്കുന്ന ശാന്തകുമാരിയുടെ പാട്ടുകൾ കുടുംബശ്രീ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ വേദികളിൽ സജീവമാണ്. കുണ്ടംകുഴി മുള്ളങ്കോട്ടെ എ കൃഷ്ണൻ നായരുടെ ഭാര്യയാണ് ഈ ഗ്രാമീണ പാട്ടുകാരി. പാട്ട് കേട്ടാലും എൻ്റെ മനസ്സടത്തും. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞു, കല്യാണമെല്ലാം കഴിഞ്ഞ് അത് കുറച്ചവിടെ നിന്നു. പിന്നെ ഞാൻ കുടുംബശ്രീ ചേർന്നിട്ട് ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇങ്ങനെ ചില പിന്നെ സാഹചര്യത്തിൽ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പാടും. അങ്ങനെ ചെറിയൊരു സമ്മാനവും അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ADSൻ്റെ ഓണാഘോഷ പരിപാടി, പിന്നെ കേരളോത്സവത്തിന്, പിന്നെ വേറെ അങ്ങനെ ഇല്ല പരിപാടിക്കെല്ലാം പാടാറുണ്ട്. ഇവരുടെ 3 മക്കളും പാട്ടിൽ കമ്പമുള്ളവർ തന്നെ. പാടാൻ തുനിയാറില്ലെങ്കിലും ഭർത്താവ് കൃഷ്ണൻ നായർ ഭാര്യയുടെ പാട്ടിനെ പിന്തുണക്കുന്നു. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, ഏനു നെഞ്ചിൽ നിറയണ പൂങ്കിനാവേ. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, ഏനു നെഞ്ചിൽ നിറയണ പൂങ്കിനാവേ. എത്ര നാള് കൊതിച്ചതല്ലേ ഞാനും നീ എന്നും പൂവാണ് തേനാണെന്ന്, ഞാനെന്നും പൂവാണു തേനാണ് നീ എന്നെന്നും. ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമ്പോഴും സംഗീതം മനസ്സിന് ആശ്വാസം നൽകുന്നതായി ശാന്തകുമാരി സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കാർഷിക രംഗത്ത് സജീവമായി തുടരുന്ന ശാന്തകുമാരി പെൻഷൻ അപേക്ഷിച്ചിട്ട് 3 വർഷമായി അധികൃതർക്ക് അനിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പ് തുടരുകയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാറ്റേവാ കതിരണിപ്പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary.
Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ കാഞ്ഞങ്ങാട്ടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് വഖഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമി കവരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ UDF-LDF നിലപാടിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിനു ശേഷം ചില മാറ്റങ്ങളൊക്കെ വന്നു. ഏറ്റവും അവസാനം 2013 ചില വകുപ്പുകൾ UPA സർക്കാർ മാറ്റിക്കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. 2013 ഈ ഭേദഗതി വരുന്നതിന് മുമ്പേ തന്നെ പല തർക്കങ്ങളുണ്ട്. 2005 ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള താജ്മഹൽ വഖഫ് സ്വത്താണെന്ന് അവകാശവാദം ഉന്നയിച്ചു. വഖഫ് ബോർഡിന് പരമാധികാരം നൽകിയത് UPA സർക്കാരാണ്. അലഹബാദ് ഹൈക്കോടതിക്ക് പോലും വസ്തുവിന്റെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. മുനമ്പത്ത് 100 കണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വഖഫിന് കീഴിലാക്കാൻ ഇടതുവലം മുന്നണികൾ എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്നും അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വനി അധ്യക്ഷത വഹിച്ചു. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, കാഞ്ഞങ്ങാട് സൗത്ത് KK നാരായണൻ എന്നിവർ സംസാരിച്ചു. BJP മോർച്ച ജില്ലാ മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിപ്പോട് തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങ് നടന്നു. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രി സമർപ്പണ ചടങ്ങ് നടത്തി. കരിപ്പോട് തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കണിയാമ്പാടി കുടുംബ കൂട്ടായ്മയുടെ വകയായി അവരുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച മേൽപ്പന്തൽ നിർമ്മാണത്തിന്റെയും KTK UAE കൂട്ടായ്മയുടെ വകയായി പണികഴിപ്പിച്ച തിരുമുറ്റം കരിങ്കൽ പാകൽ പ്രവൃത്തിയും അമ്പങ്ങാട് പ്രാദേശിക സമിതിയുടെ വകയായി പണികഴിപ്പിച്ച മണിക്കിണറിന്റെ പുനർനിർമ്മാണവും പൊയ്നാച്ചി പ്രാദേശിക തലത്തിലെ പവിത്രൻ നമ്പിടിപ്പള്ളം എന്നിവരുടെ വകയായി കരിങ്കല്ലിൽ പണിതീർത്ത തൃക്കണ്ണാടപ്പന്റെ സാന്നിധ്യ മണ്ഡപവും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പണ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. രാവിലെ നടന്ന ഗണപതി ഹോമം, വിവിധ പൂജകൾ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വിവിധ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ അരവത്ത് KU ദാമോദര തന്ത്രികൾ സമർപ്പണ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം എന്നുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു മുഖ്യ ഘടകമായ വാണി സമുദായത്തിൻ്റെ ഘടകമായ ക്ഷേത്രമാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ പ്രധാന ഒരു ഘടകമാണ് വാണി സമുദായം എന്നുള്ളത്. അതിൻ്റെ പ്രാദേശികമായ തുടർന്ന് വിവിധ സമർപ്പണ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അമ്പു ഞെക്ലി അധ്യക്ഷത വഹിച്ചു.
പ്രമുഖ സിനിമാ സീരിയൽ നടനും മറിമായം ഫെയിമുമായ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നാരായണൻ അന്തിത്തിരിയൻ, ക്ഷേത്ര ഭരണസമിതി ട്രഷറർ തമ്പാൻ ചേടിക്കുന്ന്, ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞികൃഷ്ണൻ മുച്ചിലോട്ട്, രവി കളനാട്, ജോയിന്റ് സെക്രട്ടറി ബാലചന്ദ്രൻ കണിയമ്പാടി കുടുംബ കൂട്ടായ്മ ചെയർമാൻ ബാലകൃഷ്ണൻ നാലാം വാതുക്കൽ, വർക്കിംഗ് ചെയർമാൻ നാരായണൻ കരിയമ്പാടി, അമ്പനാട് പ്രാദേശിക സമിതി പ്രസിഡന്റ് അമ്പൂഞ്ഞി അമ്പങ്ങാട്, KTKUAE പ്രതിനിധികൾ പവിത്രൻ നമ്പിടിപ്പള്ളം, K ശാന്തകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി VV കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ മേൽബാര നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ഷേത്രത്തിൽ മഹാപൂജയും പ്രസാദ വിതരണവും അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ E ചന്ദ്രശേഖരൻ MLA ആരോപിച്ചു. ജോയിന്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധ നടപടികൾക്കൊപ്പം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും E ചന്ദ്രശേഖരൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ട മാറ്റങ്ങൾ, അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ, അതിന് പുതിയ കൗൺസിലുകൾ, ഓരോന്നും പുതിയതായി ഉണ്ടാക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ലോകത്താകമാനമുള്ള യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുന്നു. ലോകത്താകമാനമുള്ള ആളുകൾക്ക് വരാനും കൂടെ എന്തും ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും വെറുതെ അല്ല. ഈ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്തി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തുക എന്നതാണ് അവരുടെ ആഗ്രഹം. പ്രതിനിധി സമ്മേളനത്തിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന അധ്യക്ഷൻ KP ഗോപകുമാർ, വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ, MS സുകേതകുമാരി, യമുന രാഘവൻ, CK ബിജുരാജ, P രാജൻ, AK ദിനേശ് കുമാർ, A ആമിന, സുനിൽ കുമാർ കുണിയേരി, T റിജീഷ്, MV രാധാകൃഷ്ണൻ, PP പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ 9ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തച്ചങ്ങാട്ടെയും കരിച്ചേരിയിലെയും ഖാദി തൊഴിലാളികൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ സാജിദ് മൗവൽ കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ 9ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തച്ചങ്ങാട്ടെയും കരിച്ചേരിയിലെയും ഖാദി തൊഴിലാളികൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ കോൺഗ്രസ് ഉപാധ്യക്ഷൻ സാജിദ് മവൽ കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. നിരവധി പരിപാടികളിൽ കൂടിയാണ് നമ്മൾ അനുസ്മരണ ദിനം ആചരിച്ചത്. അതുപോലെ തന്നെ ഇത്തവണയും നിരവധിയായിട്ടുള്ള കാരുണ്യ പ്രവർത്തനം, ആ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചടങ്ങ് അനുസ്മരണ ദിനം ആചരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലേട്ടൻ്റെ ശ്രമത്തിൻ്റെ ഫലത്തിൽ ബാലേട്ടൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഖാദി. സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി, സുന്ദരൻ കുറിച്ചിക്കുന്ന്, ചന്തുക്കുട്ടി പൊഴുതല, ചന്ദ്രൻ തച്ചങ്ങാട്, മഹേഷ് തച്ചങ്ങാട്, ജയശ്രീ മാധവൻ, പുഷ്പ, കണ്ണൻ കരുവാക്കോട്, മണി പൊട്ടംകുളം, അഷ്റഫ് പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി 3 രാവിലെ 9 മണിക്ക് തച്ചങ്ങാട് ടൗണിൽ പുഷ്പാർച്ചന നടത്തും. വൈകുന്നേരം 4 മണിക്ക് അനുസ്മരണ സമ്മേളനവും 4ാമത് പുരസ്കാര വിതരണവും KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാതല യാത്രയപ്പ് സമ്മേളനം നടത്തി. മിഡിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ യാത്രയപ്പ് സമ്മേളനം നടത്തി. മിദ്ലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാത്രം അവകാശപ്പെടുന്ന ഒരു സമ്പാദ്യമാണ് അത്.
ക്ലാസ് മുറിയിൽ ജീവിക്കുന്ന, ക്ലാസ് മുറിയിൽ ജനാധിപത്യവാദിയായി പ്രവർത്തിക്കുന്ന, ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് സാന്ത്വന സ്പർശമായി മാറുന്ന, കുട്ടികളെ അവരുടെ പക്ഷത്തു നിന്ന് കേൾക്കാനും അവരുടെ പ്രയാസങ്ങളിൽ ആശ്രയ കേന്ദ്രമായി നിൽക്കാനും കഴിയുന്ന അധ്യാപകർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവരുടെ അനുഭവം. പതിറ്റാണ്ടുകളോളം അധ്യാപന മേഖലയിൽ സേവനം ചെയ്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലയിലെ 16 അധ്യാപകർക്ക് KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നടത്തിയത്. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് MP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T മധുസൂദനൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത്ത്, ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് അധ്യാപകരുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ, വീണപൂവേ. ഒരിടവേള കൂടി. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA, SMC, MPTA-യുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA, SMC, MPTA-യുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. സ്പോർട്സ് സബ് കമ്മിറ്റി ചെയർമാൻ ശശി ചിറക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത അക്കാദമിക് ഇയറിൽ ഫുട്ബോൾ കളിക്കാൻ മാത്രമല്ല, മറിച്ച് കായിക മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ, അല്ലേ? ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങളെ കോച്ചിങ്ങിന് സഹായിക്കുന്ന പേര് പഠിച്ചിനാ? അറിയോ? എന്ത്? ശിവന്യ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, വാർഡ് മെമ്പർ P മിനി, PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, മുൻ ഫുട്ബോൾ താരം തമ്പാൻ മക്കാക്കോട്ട്, ഹൈസ്കൂൾ അസിസ്റ്റന്റ് പ്രേമ ടീച്ചർ, ജനാർദ്ദനൻ മാസ്റ്റർ, ഫുട്ബോൾ കോച്ച് സന്തോഷ്, കണ്ണൂർ GV രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനിയും സംസ്ഥാന ഫുട്ബോൾ ജൂനിയർ പ്ലെയറുമായ ശിവന്യ മുക്കോട്, ശശി കാലിച്ചാമരം എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനം 96 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഫുട്ബോൾ സബ് കമ്മിറ്റി കൺവീനർ ബിജു രാമഗിരി സ്വാഗതം പറഞ്ഞു. സ്പോർട്സ് അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന K ശശികുമാർ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. 72 വർഷങ്ങൾ പിന്നിട്ട വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന KV ശശികുമാർ മാസ്റ്റർക്ക് PTA-യുടെ വകയായുള്ള ഉപഹാര സമർപ്പണവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിന്റെ ചിലമ്പ് 2025 വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏറെ അഭിമാനവും
സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരവേദിയിൽ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഈ വിദ്യാലയം 72 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കെ വി ശശികുമാർ മാസ്റ്റർക്ക് പൊന്നാട അണിയിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. പ്രമുഖ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണം. ഈ ആമ എന്ന് പറഞ്ഞ നമ്മളെ ശരീരമാണ്, മുയൽ എന്ന് പറഞ്ഞ മനസ്സാണ്. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലിയേ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ ഉണ്ട് എഴുന്നേറ്റോടൂ. നിങ്ങളെ മക്കൾ 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടെ കുമ്പിടാൻ. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുമ്പോഴേക്ക് LKG ചേർക്കുമ്പോൾ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടി പെറ്റിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവും, മുലയൂട്ടുന്ന അമ്മ. PTA പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ, SMC ചെയർമാൻ എ പ്രകാശൻ, കെ ജയശ്രീ, മുൻ PTA പ്രസിഡന്റുമാരായ പി കൃഷ്ണൻ, കെ വി സുകുമാരൻ, CV കൃഷ്ണൻ എന്നിവരും, വി ആകാശ്, KP രാജൻ, നിതീഷ് കുമാർ, M കൃഷ്ണകുമാർ, മണിക്കുട്ടി ബാബു, KK പ്രസാദ്, P അജേഷ്, T മനുഷ്, H രവി, കെ ഉമാദേവി, ശിവദ കൂക്കൾ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും KV രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ഡോക്ടർ കുംബോൽ സയ്യിദ് ഹാമിദ് ഷുഹൈബ് തങ്ങളെ അനുമോദിച്ചു. കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KV വിജയനുള്ള യാത്രയപ്പ് സംഗമവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. AKM അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ KGMOയുടെ മികച്ച ഡോക്ടർമാർക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ഡോക്ടർ കുംബോൽ സയ്യിദ് ഹാമിദ് ഷുഹൈബ് തങ്ങൾക്കുള്ള അനുമോദനവും 32 വർഷത്തെ പോലീസ് സർവീസ് സേവന രംഗത്ത് നിന്നും പടിയിറങ്ങുന്ന കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KV വിജയനുള്ള യാത്രയപ്പ് സംഗമവും സംഘടിപ്പിച്ചു. ഖുർആൻ മനപ്പാടമാക്കിയ മൊഗ്രാലിലെ മുഹമ്മദ് അഷ്ഹദിന് ഉപഹാരവും നൽകി. AKM അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. AK ആരിഫ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കർല സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് അഡീഷണൽ SP TP രഞ്ജിത്ത്, കുമ്പള സർക്കിൾ ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, യൂസഫ് സുബയ്യകട്ട എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KM അബ്ബാസ് ആരിക്കാടി മുഖ്യ പ്രഭാഷണം നടത്തി. താഹിറ യൂസഫ്, ശ്രീജേഷ്, അസീസ് മരിക്കെ, ഇബ്രാഹിം ബേരിക്കെ, ഫാത്തിമ ഷെയ്ഖ, ഇബ്രാഹിം ബത്തേരി, CH ഖാദർ, മുഹമ്മദ് കുഞ്ഞി കുമ്പോൽ, നൂർ ജമാൽ, അബ്ദുല്ല കാരവൽ, സത്താർ ആരിക്കാടി, KV യൂസഫ്, നിസാം ചോനമ്പാടി, ജംഷീർ മൊക്രാൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂസഫ് ഉളുവാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രതി സൗഹൃദ കൂട്ടായ്മ 4ാമത് കുടുംബ സംഗമം നടന്നു. ഹൊസൂർ ബാങ്ക് ഹാളിൽ നടന്ന സംഗമം യുവ സിനിമാ താരവും കേരള ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. 4 വർഷങ്ങൾക്ക് മുൻപ് രതീഷ് എന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച് സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ കലാകായിക കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന RSK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ 4ാമത് കുടുംബസംഗമം ഹൊസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. യുവ സിനിമാ താരവും കേരള ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായിരുന്നു. എന്ന് പറയുന്ന ശബ്ദം അതിന് സ്നേഹം എന്നുള്ളൊരു അർത്ഥമുണ്ട്. സ്നേഹം മാത്രമല്ല, പക്ഷേ കടത്തി പറഞ്ഞാൽ പ്രണയം എന്നുള്ളൊരു അർത്ഥം. അതുപോലെ നമ്മുടെ ഈശ് എന്ന ശബ്ദത്തിന് ഈശ്വരൻ എന്നാണ് അർത്ഥം, ദൈവം എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പ്രണയം ദൈവമായവൻ എന്നുള്ളൊരർത്ഥമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ദൈവം എന്നർത്ഥമുണ്ട്.
കുടുംബാംഗങ്ങളാണ് പറയണ ഈ നിതീഷുമായിട്ട് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്ന് അവർ പറയണം. നിനക്കറിയില്ല. നിങ്ങളുടെ കണ്ട മുഖങ്ങൾ വെച്ച്, നിങ്ങളുടെ സംസാരങ്ങൾ വെച്ചിട്ട് നിങ്ങളെല്ലാം സ്നേഹിക്കാൻ കഴിയുന്നവരാണ് എന്ന് ബോധ്യമുണ്ട്. കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷത വഹിച്ചു. പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ഐക്കോടൻ, പ്രവാസി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രതീഷ് തലൈക്കുന്ന്, സെക്രട്ടറി രതീഷ് മൂകാംബിക, രതീഷ് ആലിംഗീലിൽ, വനിതാ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബിന്ദു രതീഷ് എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷറർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി രതീഷ് കാലിക്കടവിനെ പ്രസിഡന്റായും, രതീഷ് പരവനടുക്കത്തെ സെക്രട്ടറിയായും, രതീഷ് വാഴക്കോടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നികുതി പിരിവിൽ 100% കൈവരിച്ച് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത്. 20 വർഷത്തിന് ശേഷമാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കുന്നത്. പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജീവൻ ലവിന മൊന്തേരോ പറഞ്ഞു. നികുതി പിരിവിൽ 100% കൈവരിച്ചത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് അഭിമാന നേട്ടമായി. 20 വർഷത്തിന് ശേഷമാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഈ നേട്ടത്തിന്റെ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വലിയൊരു നേട്ടമാണിതെന്നും ഈ ലക്ഷ്യം കൈവരിക്കുവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ജീൻ ലവീനോ മൊന്തേരോ പറഞ്ഞു. 2024-25 ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಅನ್ನು ನಾವು ಇಡೀ ಕೇರಳದಲ್ಲಿ 25ನೇ ಸ್ಥಾನ ಹಾಗೂ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ 2ನೇ ಸ್ಥಾನದಲ್ಲಿ ನಾವು ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಅನ್ನು 100% ನಾವು ಸಾಧಿಸಿದ್ದೇವೆ. ಇದು ನಮ್ಮೆಲ್ಲರ ಹೆಮ್ಮೆಯ ಸಂಕೇತ ಅಂತ ಹೇಳ್ಬೋದು. ಇದು ಮಂಜೇಶ್ವರದ ಚರಿತ್ರೆಯಲ್ಲಿ ಪ್ರಪ್ರಥಮ ಬಾರಿಗೆ 100% ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಮಾಡಿದಂಥದ್ದು. ಇದಕ್ಕೆ ಸಹಕಾರವನ್ನು ನಮ್ಮ ಎಲ್ಲ ಸ್ಟಾಫುಗಳು, ಎಲ್ಲ ಮೆಂಬರ್ಸ್ನವರು ಹಾಗೆಲ್ಲರೂ ಜನರು ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಇದಕ್ಕಾಗಿ ಎಲ್ಲರಿಗೂ ನಾನು ಅಭಿನಂದಿಸುತ್ತಾ ಎಲ್ಲರಿಗೂ ನಾನು ಶುಭಾಶಯ ಕೋರ್ತೇನೆ. ചടങ്ങിൽ നികുതി പിരിച്ചെടുക്കലിനായി പരിശ്രമിച്ച എല്ലാ സ്റ്റാഫുകളെയും പഞ്ചായത്ത് സെക്രട്ടറി ജയഹരി അഭിനന്ദിച്ചു. ദീർഘകാലം നടത്തിയ കഠിനമായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിലെത്തിച്ചതെന്നും നികുതി പിരിവുമായി എല്ലാവരും സഹകരിച്ചതിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഏറ്റവും മികച്ച പാതയാണ് തെളിയിച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ വർഷം 77% മാത്രമാണ് നമ്മൾ നികുതി പിരിച്ചത്. ബാക്കിയുള്ളത് നമുക്ക് പിരിക്കാനായിട്ട് കുടിശ്ശികയായിട്ട് 27 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും മെമ്പർമാർ, നമ്മുടെ എല്ലാ ജീവനക്കാർ, CDS, നമ്മളുടെ ബാക്കി പൊതുപ്രവർത്തകർ, പല വാർഡുകളിൽ നിന്നും നമ്മളെ പൊതുജനങ്ങളെ സഹായിച്ചായിരുന്നു. എല്ലാവരും ചേർന്ന് നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുണ്ടായിരുന്ന നികുതി പിരിവ് നമ്മൾ 100% കൃത്യസമയത്ത് തന്നെ മാർച്ച് 29-ാം തീയതി തന്നെ നമ്മൾ പൂർത്തിയാക്കി. 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ RR നടപടികൾ പൂർത്തിയാക്കി. അഭിനന്ദന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അബ്ദുല്ലഹിമാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിവേദിയിൽ കൊളത്തൂർ ഗ്രാമം. കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം ഇവിടെ 2 പുലികളാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ പ്രദേശത്തെ അതിർത്തിയിൽ തുറന്നുവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. കവായി കായലിലെ തൃക്കരിപ്പൂർ മേട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചരിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ 30ഓളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവായി കായലിൽ ചരിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെയും സഹകരണ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ദൗത്യത്തിന്റെയും ഭാഗമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് വേലാശ്വരം വയലിൽ ഒരുക്കിയ വൻപയർ കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ഉത്പാദിപ്പിച്ച കുന്നുമ്മൽ പ്രൈഡ് വിപണിയിൽ ഇറക്കി. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൃക്കടിയേറ്റം നടന്നു. സംഗീതം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല. എന്നാൽ പാട്ടിനെ ജീവനായി കരുതുന്ന കർഷകയാണ് ബേഡെടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി മുള്ളങ്കോട് സ്വദേശി തുളിച്ചേരി ശാന്തകുമാരി. വയസ്സ് 63 ആയെങ്കിലും ഇവരുടെ കണ്ഠത്തിൽ നിന്ന് വരുന്ന പാട്ടിന് പ്രായം ഇപ്പോഴും 18 ആണ്. വഖഫ് നിയമ
ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ കാഞ്ഞങ്ങാട്ടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കരിപ്പോഴി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങ് നടന്നു. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രി സമർപ്പണ ചടങ്ങ് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.